എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ആക്ച്വലി ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. കാരണം ഞാൻ വീട്ടിൽ പപ്പീനെ വാങ്ങിയത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ആ ഒരു പപ്പിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഷോപ്പിങ്ങിന് വേണ്ടി പോവാണ്. പപ്പിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഷോപ്പുകളിൽ പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ച് അതിനുള്ള സാധനങ്ങളും കാര്യങ്ങളും വാങ്ങണം, ഫുഡ് വാങ്ങണം. അങ്ങനെ ചെറിയ ഷോപ്പിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ഹോസ്പിറ്റലിലും പോകണം. നമ്മുടെ ജൂണോ കുട്ടൻ അതെ അടിയിലുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ കാലുമ്മ കടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനം ഇട്ട് കൊടുത്ത് ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുമ്പോൾ കടിച്ചോട്ടെ. കാരണം നമ്മുടെ കാലുമ്മ കടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇത് ഫുള്ള് ഷൂലൈസും കാര്യങ്ങളൊക്കെ അഴിയും. സോ ഇന്ന് നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടി പോവാണ്. കൂടെ അനിയനും ഉണ്ട്. ഇന്നൊരു മുടക്ക് ദിവസം ആയതുകൊണ്ട് തന്നെ അനിയനും വന്നിട്ടുണ്ട്. എസ്തറ്റിക് പിടിച്ച് നീ ഒരു ഇത് പിടിക്കണ്ട, എയർ പിടിക്കണ്ട. സാധാരണ പോലെ തന്നെയാണോ? എനിക്ക് പെട്ടെന്ന് വീഡിയോയിൽ കാണുമ്പോൾ എന്തോ എയർ പിടിക്കണ പോലെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പൊ അനിയ വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് പപ്പി വന്നിട്ട്? ജൂണാനെ കൊണ്ടുവന്നിട്ട് എങ്ങനെയുണ്ട്? അടിപൊളിയാ? ഒറ്റ വാക്കിൽ പരിപാടി അവസാനിപ്പിച്ചു. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, ഒറ്റ വാക്കിൽ പരിപാടി അവസാനിപ്പിച്ചു കേട്ടോ. രാത്രി ഫുള്ള് കളിയും ചിരിയാണ് കേട്ടോ. ഏകദേശം സമയം പോണത് തന്നെ അറിയണില്ല. അമ്മയാണെങ്കിലും നല്ല രീതിയിൽ എന്റർടൈനിങ് ആവുന്നുണ്ട്. എന്റർടൈനിങ് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം സമയം ചെലവഴിക്കുന്നുണ്ട്. അല്ലെങ്കിൽ വീട്ടിലത്തെ പണിയും കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ് അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി അല്ല ഇതും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം ലൈക്ക് ഞങ്ങൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ പപ്പിക്ക് വേണ്ടിയിട്ട്, രാത്രി ടൈമും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്ന് ആക്ച്വലി പപ്പീനെ കൊണ്ട് പോവാണ്. നീ പിടിച്ച് ഇരിക്കില്ലേ ബാക്കിൽ ബൈക്കിൽ? പേടിക്കാൻ മാത്രമൊന്നുമില്ല. ബൈക്കിൽ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കാഴ്ച കണ്ടിരുന്നോളും. ഞങ്ങള് ഫസ്റ്റത്തെ വട്ടം ഇതിൽ സ്കിന്നിന്റെ ഇൻഫെക്ഷൻ ആയിട്ട് നമ്മള് തൃശ്ശൂർക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞോണം ഞങ്ങള് ബൈക്കിൽ ഇരുത്തിട്ടാണ് കൊണ്ടുപോയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ പിടിച്ചിട്ടാണ് കൊണ്ടുപോയത്. അതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല. ഫുൾ അത് പല്ല് കുടുങ്ങിയതല്ല മാമേ. ആ മാമിക്ക് ഇഷ്ടായോ പപ്പീനെ? ഇഷ്ടണ്ടാ? അത് കളിക്കണതാ. അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ നല്ലതല്ലേ? അമ്മാവ് ഇതുവരെ തിരുമ്പിട്ടില്ലല്ലോ. ഞാൻ തിരുമ്പുണ്ടായിരുന്നു. അപ്പൊ ഞാൻ തന്നെയാണ് എല്ലാ കാര്യവും ചെയ്യണ്ടായിരുന്നത്. നമ്മള് പപ്പീനെ വാങ്ങിയിട്ട് നമ്മള് അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് വെറുതെ വീട്ടുകാരെ തലയിൽ വെച്ച് പോവല്ല. നമ്മളിനി ഇത്രയും നാളിപ്പോ എത്ര മാസമായിട്ട് നമ്മൾ കൊണ്ടുവന്ന് വാങ്ങിയിട്ട്? 2.5 മാസം കഴിഞ്ഞിട്ടുണ്ട്. ജനിച്ചത് ഏപ്രിൽ ആയിരുന്നു. ഏപ്രിൽ 25/4/2024 കേട്ടോ. അപ്പോൾ 2 മാസം കഴിഞ്ഞു. 45 ദിവസത്തെ കുത്തിവയ്പ്പ് കഴിഞ്ഞു. ഇനി 15 ദിവസം കഴിഞ്ഞു. 10-ാം തീയതിയാണ് കുത്തിവെച്ചത് ഈ മാസം. ഇപ്പോൾ ഇന്ന് എത്രാം തീയതി? 28-ാം തീയതിയോ? 29-ാം തീയതിയാണ് ഇന്ന് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ദിവസം. അതെ, 29 അല്ലേ? 29. അതുപോലെ തന്നെ ജിയോന്റെ നമ്പറിന്റെ ഇത് കൂടിയെന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജും വന്നിട്ടുണ്ട്. എവിടെ പോയി തീരാനാണ് ഇതൊക്കെ കൂട്ടിയിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വേറെ പരിപാടിയൊന്നുമില്ല. പൈ പോവല്ലേ? പോവാം ഗൈസ്. നേരെ ഹോസ്പിറ്റലിൽ പോകട്ടെ. എന്നിട്ട് നമുക്ക് പിന്നെ ഇതിനെ ഗ്രൂമിങ് ചെയ്യണം. അങ്ങനെ കുറേ പരിപാടികളുണ്ട് ഗൈസ്. ഓരോന്നോരോന്നിൽ കാണാം ഗൈസ്. അങ്ങനെ നമ്മൾ വെറ്റിനറി ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നീ വന്നിട്ടാ ജോഹന വെറ്റിനറി ഹോസ്പിറ്റലിലേക്ക്? കഴിഞ്ഞ വട്ടം ഞാൻ കൂട്ടുകാരനെയും കൊണ്ടാണ് വന്നത് കേട്ടോ. ഇവിടെയാണ് ഞങ്ങളുടെ തൃശ്ശൂർ വെറ്റിനറി ഹോസ്പിറ്റൽ വരുന്നത് കേട്ടോ. ഇറങ്ങിക്കോ. അവൻ കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ലല്ലോ? അപ്പോൾ ഇതിനെ നിലത്തിറക്കി വിട്ടിട്ടുണ്ട്. ജൂണിനെ നിലത്തിറക്കി വിട്ടിട്ടുണ്ട്. അനിയൻ ഇവിടെ നിൽക്കുന്നുണ്ട്. ഹെൽമെറ്റ് ഊരി വെച്ചിട്ട് പയ്യോടെ നിന്നോ. ഇതിൻ്റെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ നമ്പറും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരാം. ഓക്കെ? കണ്ണിൽ ആ ബസ് മുന്നിൽ കൂടെ പോയപ്പോൾ പൊടി തെറിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കണ്ണിലും പോയിട്ടുണ്ട്. ഏതാ ഈ കണ്ണ? മതിയോ? ഇവിടെ ചുറ്റിപ്പറ്റി നിന്നോട്ടെ. ഞാൻ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരാം. ഇതാണ് ഞങ്ങളുടെ വെറ്റിനറി ഹോസ്പിറ്റൽ കേട്ടോ. സോ ഇതിൻ്റെ കേരള സർക്കാർ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ കുറേ പപ്പീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഏതൊക്കെയോ ബ്രീഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഒരു റോഡ് വില്ലർ ഉണ്ട്. ഇവിടെ പോയിട്ട് ടിക്കറ്റല്ല അതിൻ്റെ റെസിപ്റ്റും ഡോക്ടറെ കാണാനുള്ള ഇതൊക്കെ എടുക്കണം കേട്ടോ. വാക്സിൻ്റെ കാര്യങ്ങളൊക്കെ എടുക്കണം. അത് ഇവിടെയാണ് ഗൈസ്. അങ്ങനെ വാക്സിൻ അടിക്കാനുള്ള സാധനവും കാര്യങ്ങളൊക്കെ കിട്ടി. അനിയനും ഇവനും ഇവിടെ പോരെ. ഇവിടെ കളിപ്പിക്കാടാ. ഇവിടെ വല്ലയിടത്തും കളിപ്പിക്കാമെന്ന് വിചാരിച്ചു. 1-2 സബ്സ്ക്രൈബേഴ്സിനെ കണ്ട് നമ്മൾ പപ്പീനെ വാങ്ങിയപ്പോൾ ഉള്ളപ്പോൾ ലൈക്ക് കുറേ പേര് പരിചയപ്പെട്ടു കേട്ടോ.
ആ ഒരു വ്ളോഗ് കുറച്ച് പേര് കണ്ടിട്ടുണ്ട് പപ്പീനെ വാങ്ങിയത്. അപ്പം അങ്ങനെ ഇവിടെ വന്നപ്പോൾ 1-2 സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ട്. ഞാൻ കാട്ടിത്തരാം. പിറ്റ്ബുളിനെ കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ പിന്നെ കാണണം, നൈസ് സാധനം. എടാ ഇവിടെ കളിപ്പിച്ചു തണലെത്താം. അപ്പം നിനക്കും തണലുണ്ടാവും, മണ്ണുണ്ടാവില്ല. 22 നമ്പർ. ഞാൻ നമ്പർ നോക്കിയിട്ട് വരാം. ഇപ്പം എത്രയാണ് നോക്കിയിട്ട് വരാം. ഇവിടെ അങ്ങോട്ട് നീക്കി കളിപ്പിച്ചോ. ഞങ്ങൾ അന്ന് വന്നിട്ട് ഇവിടെ കളിപ്പിച്ചേ. ഗൈസ് നേരത്തെ ഇവിടെ വന്നില്ലെങ്കിൽ ഭയങ്കര ഇതായിരിക്കും, തിരക്കായിരിക്കും, ഒടുക്കത്തെ തിരക്കായിരിക്കും. ഇപ്പോൾ 19 നമ്പർ, നമുക്ക് 22. ഇവിടെ പപ്പീസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതേതാ ബ്രീഡെന്നും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. നല്ല ഭംഗിയുണ്ട്. പിന്നെ അവിടെ ഒരു റോഡ് പില്ലർ ഉണ്ട്, അങ്ങനെ കുറേ ഇതുണ്ട് കേട്ടോ. നമുക്ക് 22 കിട്ടിയിരിക്കണേ. അനിയനെ അവിടെ വെയിറ്റ് ചെയ്യാൻ നിന്നിട്ടുണ്ട്. ഇതാണ് പറഞ്ഞാൽ നമ്മുടെ ആളിട്ടാ. ഇതിനെ കൂട്ടിലിട്ട് കഴിഞ്ഞാൽ ഭയങ്കര കുറച്ച് നേരത്തെ ഇത് തന്നെയാണ് കുറയ്ക്കുണ്ടായിരുന്നത്. നമ്മുടെ വ്ളോഗ് കണ്ടിട്ടുണ്ട്. പേരെന്തായിരുന്നു? ശ്രീനവ്. എന്താ പപ്പിയുടെ പേരെന്തിട്ടിരിക്കണേ? ഏതാ? റോക്കി. ബ്രീഡ് ഏതായിരുന്നു? അമേരിക്കൻ പിറ്റ്ബുൾ. ഞാൻ തൊട്ടോട്ടെന്ന്. ഹലോ ഹലോ. അങ്ങോട്ടാണ് ശ്രദ്ധ തോന്നുന്നു അല്ലേ? മോഹം ഒന്ന് കാട്ടിയാടാ. അമ്പോനെ. ഹലോ ഹലോ റോക്കി. അമേരിക്കൻ പിറ്റ്ബുൾ ബ്രീഡല്ലേ, അടിപൊളി. സാറിൻ്റെ പേരെന്തായിരുന്നു? ശ്രീകുമാർ. ഓക്കെ, അപ്പോൾ ഒരു വീഡിയോസ് കാണുന്നതാണ്. റോക്കി കുത്തിവയ്പ്പ് കഴിഞ്ഞാ? ആ, അടുത്ത ഞങ്ങളുടെ ആളെ പോയി നോക്കട്ടെ. ഏതാ? ഡാഡി കുഴപ്പമില്ല, സൈഡിലേക്ക് നീക്കി ഇരുത്തിക്കോന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി എന്നാ കാണാം, ബൈ. എൻ്റെ പൊന്നെ എടാ, അതിനെ സൂക്ഷിച്ചോളോട്ടാ. ഇവിടെ ഓരോന്നിനെയും കണ്ടിട്ട് ഓടിപ്പോവും. നീ അവിടെ മറ്റേ പിറ്റ്ബുളിനെ കണ്ടാ? അവിടെ അവൻ നമ്മുടെ സബ്സ്ക്രൈബറാ, വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഇവൻ ഇത്തിരി കുഞ്ഞനായിട്ട് നടക്കുന്നുണ്ട്. അവിടെ ഡാഷും അങ്ങനെ കുറേ ഇതുകളും ഉണ്ട്. എൻ്റെ പൊന്നെ ഡാഷിൻ്റെ ഇതൊക്കെ കാണണം. എടാ മണപ്പിക്കണ്ട. ആ ശ്രദ്ധിച്ചോളാം. ഗൈസ് ഡോക്ടറെ കാണാൻ വന്നിരിക്കുകയാണ് കേട്ടോ. വാക്സിൻ കുത്തണം, പിന്നെന്താ കുറേ പരിപാടികളുണ്ട്. വെയിറ്റിംഗ്. ഞങ്ങൾ വാക്സിൻ കൊണ്ടുവരില്ല. ഡോക്ടറെ കാട്ടി ഈ ടേബിളിൽ നിന്ന് വയ്ക്കുന്നത് അത്ര നല്ലതല്ല എന്ന് നമ്മുടെ സബ്സ്ക്രൈബർ പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് ഞാനിപ്പോഴും കയ്യിൽ പിടിച്ചാൽ നിൽക്കണേ. കയ്യിൽ പിടിച്ച് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലോണം കടി കിട്ടുന്നുണ്ട് കേട്ടോ. അല്ലേ? നല്ലോണം കടിക്കുന്നുണ്ട്, നല്ല രീതിയിൽ കടിക്കുന്നുണ്ട്. ഇപ്പോൾ ഇഞ്ചക്ഷൻ കുത്താനാണെന്നിപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടിപ്പോൾ വലിയ ശല്യമില്ല കേട്ടോ. അടങ്ങി ഒതുങ്ങി നിൽക്കുന്നുണ്ട്. ഗ്രൂമിങ്ങിന് ഇന്ന് കൊണ്ടുപോകണം. അടുത്ത ആഴ്ച കൊണ്ടുപോയാൽ മതിയാ? നഖം നമുക്ക് തന്നെ വെട്ടി കൊടുക്കാം, അല്ലെങ്കിൽ ഫുഡ് കൊടുക്കുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി അല്ലേ? നഖം മാത്രമേ വലുതായിട്ടുള്ളൂ. പിന്നെ വീണ്ടും 1-2 സ്കിന്നിൻ്റെ ഒരു ഇത് വന്നു, നിലത്ത് കിടന്നിട്ടാണെന്ന് തോന്നുന്നുണ്ട്. അത് ചെറുതാട്ടോ, ഭയങ്കര മൈന്യൂട്ടാണ്. അപ്പോൾ ഗ്രൂമിങ് ഇന്ന് വേണ്ട. നമുക്ക് ഇതിൻ്റെ കളിപ്പാട്ടവും അതുപോലെ തന്നെ ബെൽറ്റ് വാങ്ങണം. ഇപ്പോൾ തന്നെ ബെൽറ്റ് ഇടണം. അതിന് എന്ത് ചെയ്യേണ്ടത്? അടുത്ത ആഴ്ച ഗ്രൂമിങ്ങിന് പോകുമ്പോൾ നമുക്ക് ഇത് വാങ്ങാം, ട്രീറ്റും വാങ്ങാം, ഫുഡും വാങ്ങാം. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കി നോക്കാം. നീ വന്നിട്ടില്ലല്ലോ ഷോപ്പിങ്ങിന്? കഴിഞ്ഞ വട്ടം ഫുൾ ടൈം ഞാനാ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഓരോന്നും. അപ്പോൾ ഇവൻ്റെ ഐഡിയാസിനുള്ളത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നോക്കാം കേട്ടോ. ഓരോരുത്തരുടെ പേഴ്സ്പെക്റ്റീവ് വേറെ ആയിരിക്കില്ലേ. അപ്പോൾ സാധനം ഓക്കെയാണ്. ഇനി വാക്സിൻ, രണ്ടാമത്തെ വാക്സിൻ റാബീസിൻ്റെ. അമ്മയ്ക്ക് ഭയങ്കര പേടിയായിരുന്നു റാബീസിൻ്റെ വാക്സിൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ. അമ്മയുടെ കാല് പൊട്ടിയില്ലേ, കോറിയിട്ട് കാല് പൊട്ടിയിട്ട് അമ്മയ്ക്ക് പേ വരുന്നതൊക്കെ പേടിച്ചിട്ടതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അറിയില്ല. അപ്പോൾ ഞാൻ ഡോക്ടറോട് അതൊക്കെ ചോദിച്ചു. ഡോക്ടർ എൻ്റെ മുഖത്തേക്ക് ഒന്ന് ചിരിച്ചു. നല്ല മഴക്കാരുണ്ട് കേട്ടോ. എൻ്റെ പോലെ കാറും വിളിച്ച് പോകേണ്ടി വരുന്നുണ്ട്. നല്ല മഴക്കാരുണ്ട്. ഇവിടെ തിരക്ക് കൂടി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ലാബുണ്ട്, അതുപോലെ തന്നെ ഒരു നാടൻ ഇതുകളുണ്ട്. മറ്റേ റോഡ് ബില്ലുള്ള കുറേ ഉണ്ട്. ഭാഗ്യസ് നേരത്തെ വന്നത്. എന്താ പേര്? നിതിൻ. എവിടെ വീട്? വടക്കാഞ്ചേരി ഭാഗത്തല്ല. വാക്സിൻ എടുക്കാൻ കൊണ്ടുവന്നതാ ആൾക്ക്, കിഡ്നിക്ക്. ഓ ഓക്കെ. എന്ത് വേറെ ബുദ്ധിമുട്ട് എന്താ തോന്നണേ? ഏതാ ഭക്ഷണം അങ്ങനത്തെ ഇതുകളുണ്ടല്ലോ. ഓ, ഇതിന് സ്കിന്ന് ആദ്യമായിട്ട് വളർത്തണ കാരണം കുറച്ച് മണ്ടത്തരങ്ങൾ പറ്റി. ആണോ? നല്ല രീതിയിൽ കടിക്കുന്നുണ്ട് കേട്ടോ ആള്. കയ്യിൽ പിടിച്ചാൽ കടി കൂടും. ഇവിടെ വെക്കാനാണെങ്കിൽ ധൈര്യമില്ല. അങ്ങനെ വാക്സിൻ കുത്തി. അയ്യോ
വഴിക്ക് വീണത്. രണ്ടാമത്തെ വാക്സിൻ കഴിഞ്ഞു. പിന്നെ ചെറിയൊരു ചെക്കപ്പ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. എങ്ങനെയുണ്ട് ഹോസ്പിറ്റലിലേക്ക്? ആദ്യമായിട്ടല്ല നീ വരണത്, ഇവൻ ആദ്യമായിട്ടാണ് വരണത് കേട്ടോ ഇവിടേക്ക്. എങ്ങനെയുണ്ട്? കുറേ പപ്പീസിനെ കാണാൻ പറ്റിയില്ലേ? പിറ്റ്ബുളിനായിട്ട് കുറേ പപ്പീസിനെ കണ്ടു. നമ്മുടെ ആള് കുഴപ്പമില്ല. ഒട്ടുക്കത്തെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബൈറ്റിങ് ആണ് കേട്ടോ, നല്ല രീതിയിൽ ബൈറ്റ് ചെയ്യുന്നുണ്ട്. അത് പിടിക്കാൻ പോകുമ്പോഴാണ് കേട്ടോ ബൈറ്റ് ചെയ്യണത്. ലൈക്ക് അവനറിയാം, അവനെ ഫ്രീ ആയിട്ട് വിട്ടില്ലെങ്കിലേ ഇതുള്ളൂ. ഇങ്ങോട്ട് വാ, അല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. സോ ഓൾ സെറ്റ്, റെഡി ടു ഗോ. മഴ വന്നു, അടിപൊളി. ഇപ്പം എന്നെ പറഞ്ഞോളൂ, മഴയ്ക്ക് മുന്നേ വഴിക്ക് വേണ്ട, മഴയ്ക്ക് മുന്നേ പോകണം കേട്ടോ. പക്ഷേ ഇനി പർച്ചേസിങ് ഉണ്ട്, കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് കേട്ടോ. ആ കാട്ടിയാൽ ഈ ഒരു കടയിൽ നിന്നാണ് കേട്ടോ വാങ്ങാറ്. ചേട്ടാ ഈ ഗുളിക ഉണ്ടോ, അല്ല ഈ ലോഷൻ ഉണ്ടോ? സോ ഈ കടയിൽ നിന്നാണ് നമ്മൾ വാങ്ങാറ്. എത്ര വരണ? അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങാറ്. എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കി, പ്രത്യേകിച്ചൊന്നുമില്ല. ട്രീറ്റ്സ് എന്തെങ്കിലും വാങ്ങണം. ഇങ്ങനത്തെ ബെറി, ഇത് ഫുള്ളി ഗ്രോൺ ആയിട്ടുള്ള ട്രീറ്റും കാര്യങ്ങളൊക്കെയാണെന്നുണ്ട്. ട്രീറ്റ് എന്തെങ്കിലും വാങ്ങണം. വേറെ എന്നിട്ട് എടുക്കാനുള്ളത് ആ ചേട്ടൻ എടുത്തോളാം. അപ്പോൾ ഈ നോക്കിയിട്ട് വരാം. ട്രീറ്റ്, ബെൽറ്റ് വാങ്ങണം നമുക്ക്. ബെൽറ്റ് എനിക്ക് ഇത്ര ചെറുപ്പത്തിൽ ഇടാനിതില്ല. നമ്മളിപ്പോൾ ഈ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന കാരണം നിനക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയതാണോ? എന്താ ചെയ്യണ്ടേ? ഒരെണ്ണം വാങ്ങണോ? ബെൽറ്റ് ഞാനിപ്പോൾ ഇടാൻ എനിക്ക് വലിയ ഇതില്ല, പക്ഷെ അനിയൻ വാങ്ങണം എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പിന്നെ ട്രീറ്റ് ബിസ്ക്കറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ആക്ച്വലി ഇതായിരുന്നു, ഇതിലല്ല, വേറെ അത് കഴിഞ്ഞു തോന്നുന്നുണ്ട്. അതെ ഇതല്ല നമ്മൾ കൊടുത്ത, ഇവിടുത്തെ ആളാണോ ചേച്ചി? അല്ല ഓക്കെ, ഇതായിരുന്നു നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഫിൽമിലോ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ട്രീറ്റ് ആയിരുന്നു, ഈ ഒരു ബിസ്ക്കറ്റ് ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് അപ്പുറത്തെ പറമ്പിലേക്ക് വീണിട്ട് കാറ്റത്ത് പോയി, അത് കാണാനില്ല ഇപ്പോൾ ഗൈസ്. അതുകൊണ്ട് തിന്നോന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ ഫുഡ് ഏതാ, ആ ഒരു പാക്കറ്റാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്, റോയൽ കനാൻ RCയുടെ. ഇതിലേതായിരുന്നു? മിനി അല്ലല്ലോ, മീഡിയം. 2 മാസമുള്ളത് ഇത് പറഞ്ഞ് എടുക്കാൻ വേണമെങ്കിൽ 800 ഇതാണ്. 2 മാസം കഴിഞ്ഞു. അത് 2 to 12 months എടുക്കാം. ഇത് എടുക്കാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ സാധനം കൊടുത്തിട്ട് ആദ്യം ഞാൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും പറഞ്ഞത്, അനിയനും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സാധനം റോയൽ കനാൻ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒന്ന് സൈസ് വരുന്നത്. 2 ആഴ്ച കൊണ്ട്, എത്ര നാളുകൊണ്ടാ? 2 ആഴ്ച കൊണ്ട് സാധനം 1 കിലോ 2 കിലോ അങ്ങോട്ട് ഇത് വന്നു കിട്ടാം. അതുണ്ടോ? സ്കിൻ ലോഷൻ കിട്ടി. നമ്മൾ അന്ന് ഏതോ എടുത്തിട്ടുണ്ടായിരുന്നത് റോയൽ കനാൻ്റെ. ഇതിപ്പോൾ 2 മാസം കഴിഞ്ഞു. 2 മാസം 64 ദിവസമായി. അപ്പോൾ ഇനി സ്റ്റാർട്ടർ ആയതുകൊണ്ട് അല്ലേ? 64 ദിവസത്തെ ആയ പപ്പിയുടെ പപ്പി കൊടുക്കാം. ഒരു 2-2.5 മാസം കഴിഞ്ഞ് പപ്പി കൊടുക്കാം. ഇത് കൊടുക്കാം അല്ലേ? ഓക്കെ. അപ്പോൾ ഇത് ചെയ്യാന്ന് വാങ്ങിയത് തന്നെയാന്ന് തോന്നുന്നു അല്ലേ? 1000 സംതിങ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിസ്കൗണ്ട് ഉണ്ടായിട്ട് 1230 MRP. ഓക്കെ 1130 MRP. അതിൽ ഡിസ്കൗണ്ട് ഉണ്ടാവട്ടെ. ഇവിടെ എന്തോ ഇടയ്ക്കിടയ്ക്ക് ഓഫർ വയ്ക്കുന്നുണ്ട്, കുറച്ച് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഇപ്പോഴും അത് മനസ്സിലായിട്ടില്ല. അത് നേരിട്ട് ഡീലറിൻ്റെ നിന്ന് എടുക്കുന്നതാണ്. എന്തുകൊണ്ട് അതങ്ങനെ വില കുറവില്? അതല്ല, നമ്മൾ നല്ല രീതിയിൽ നമുക്ക് വരുന്ന മാർജിൻ നമ്മൾ നിസ്സാര. ഓക്കെ. അല്ല, ഞാൻ വേറെ 2-3 സ്ഥലത്തുനിന്ന് വാങ്ങി. അപ്പോൾ ഇവിടെ നിന്ന് ഈ സാധനം കുറച്ചുകൂടി വില കുറവിന് കിട്ടിയ കാരണം പറഞ്ഞതാണ്. ഓക്കെ, അതെടുത്തോ. പിന്നെ എന്തിട്ട് എടുക്കുക? ഇതെടുക്കണോ? ചെയ്യും വേണ്ട. ഇങ്ങനത്തെ വല്ല ബെൽറ്റും ഇതിന് പറ്റിയിട്ടുള്ള ബെൽറ്റ് ഏതായിരിക്കും നല്ലത്? ഇതിന് പറ്റിയിട്ടുള്ള ബെൽറ്റ് ഒരെണ്ണം എടുക്കണം കേട്ടോ. ഇങ്ങനത്തെ ഫുള്ളി കഴുത്തിലിടണ ബെൽറ്റായിട്ട് വാങ്ങാം, അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. ഇതിന് പാകാവണത് ഏതായിരിക്കും? ഇതൊക്കെ വലുതായിരിക്കും. ഇതന്നെ അരക്കിടുണ്ട്, വെയിറ്റ് ഉണ്ട്. ഇതൊന്നും വേണ്ട. ഇങ്ങനത്തെ ചെറുതങ്ങനെ മതിയായിരിക്കും. എങ്ങടെയെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ മാത്രം കേട്ടോ. മതിയാ? ഇങ്ങനത്തെ വല്ല ചെറുത് എന്തെങ്കിലും നോക്കട്ടെ. ഇങ്ങനത്തെ ചെറുതാകുമ്പോൾ കുറച്ചുകൂടി നല്ലതാണ്. കളിക്കാനാ? ഈ അടിപ്പിക്കണ്ട. എന്താ പേര്? ഡയാന. ഇത് ജൂണോയും ഡയാനയും കണ്ടുമുട്ടുകയാണ് സുഹൃത്തുക്കളെ. അവിടെ അപ്പൊ ലീഷ് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബ്രാൻഡിന്റെ ബിസ്ക്കറ്റും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പ്യുവർ പെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബിസ്ക്കറ്റും വാങ്ങിയിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ഈ ഒരു ബിസ്ക്കറ്റാണ് നോക്കിയത് കേട്ടോ. ഇത് നല്ല കളർഫുൾ സാധനം, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ടാ അല്ലേ? ഇത് നല്ല ഭംഗിയില്ല കാണാൻ, ഫുള്ള് കളർഫുൾ സാധനം കേട്ടോ. ഇത് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനെക്കാട്ടും ഇതിലുള്ളത് കുറച്ചുകൂടി ബെറ്ററാന്ന് ഇത് കണ്ടപ്പോൾ തോന്നി. ഇത് പിന്നെ ബ്രാൻഡ് ഞാൻ എവിടെയൊക്കെ കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ട് ഈ ബ്രാൻഡ് പപ്പീസിൻ്റെ?
ഓ തള്ളി വിടന്നെ. ഓ കേട്ടിട്ടൊന്നുമില്ല. ആ ചിരിയിലുണ്ട്. അപ്പം ഇതും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി വേറെ ഒന്നും വേണ്ടല്ലോ? വേറെ എന്തെങ്കിലും വേണോ? ഞാൻ ലീഷ് ഇട്ടിട്ടില്ല. ആദ്യത്തെ ലീഷ് ഇട്ടില്ല. നിലത്ത് കിടന്ന് ഉരുണ്ടോളൂ കേട്ടോ. അപ്പോൾ ബില്ല് ചെയ്യട്ടെ കേട്ടോ. ഗ്രൂമിങ് ഇപ്പോൾ ചെയ്യണം? നമ്മൾ ചെയ്യണ്ട? ഗ്രൂമിങ് ഇപ്പോൾ ചെയ്യണില്ല കേട്ടോ. കാരണം ഡോക്ടറും പറഞ്ഞു ഇപ്പം ചെയ്യണ്ട, കുറച്ചുകൂടിയാണ് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അറിയില്ല, ഇപ്പോൾ നഖം വെട്ടൽ മാത്രമേ ഉള്ളൂ. നഖമൊന്ന് നെയിലൊന്ന് കട്ട് ചെയ്തൊന്ന് ട്രിം ചെയ്യണം, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഗ്രൂമിങ്ങിൽ ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് അത്യാവശ്യമായിട്ടുണ്ടായിരുന്നത്. സോ വാടാ പോവാ. അപ്പോൾ വേറെ ഒന്നുമില്ല, ചെറിയൊരു ഷോപ്പിംഗ് ആയിരുന്നു. ഓ ഇവിടെ ഈ സാധനം ഉണ്ട് കേട്ടോ. എടാ ഈ സാധനം നമ്മൾ അവിടെ കണ്ടത്, ഈ സാധനം ഇത് ഇത് വാങ്ങണോ? ഇത് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പണിയാവും. നഷ്ടാവും തോന്നണ കേട്ടോ. അല്ലെങ്കിൽ ഓട്ടോറിക്ഷയിലോ അല്ലെങ്കിൽ കാറിലോ. ഇതിപ്പോ ബൈക്കിൽ പിടിക്കാൻ കുഴപ്പമൊന്നുമില്ലല്ലോ. ബൈക്കിൽ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ആദ്യത്തെ ലീഷ് ഇട്ടിരിക്കാണ് കേട്ടോ ആളെ. ആ ഭാഗത്തല്ലോ കുറച്ച് ലൂസിൽ കിടന്നോട്ടെ. ഫുഡ് കൊടുക്കാനുള്ള പാത്രം വാങ്ങണം. ഇപ്പോൾ നമ്മുടെ അത് കൃത്യ സൈസാണത്. സൈസ് കൃത്യമാണ്. നോക്കി നോക്കട്ടെ ഗൈസ്. ഞങ്ങളൊരു അത് കടിക്കലടാ. ചാക്കിൻ്റെ കാശ് കൊടുക്കേണ്ടി വരും ഞാൻ. ഇത് കടിക്കണ്ട. അത് ഇങ്ങനത്തെ ഒരു പ്ലേറ്റ് ഒരു ഇത് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. എടാ ഇത് കഴിക്കാൻ പറ്റുമോ നോക്കിയേ? എക്സ്പെരിമെൻറ്റ് കഴിക്കാൻ പറ്റുമോ? വേണ്ട, ബിസ്ക്കറ്റ് ഹെവിയാ. 5 മിനിറ്റ് എടുക്കേണ്ട ഒരു ബിസ്ക്കറ്റ് തീർക്കാൻ. അത് കമാൻഡ് ചെയ്തിട്ട് യെസ് പറഞ്ഞാൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഇത് എടുക്കാം. ബ്ലാക്ക് എടുക്കണോ റെഡ് എടുക്കണോ? ഏതാണ്ട് ഇത് എടുക്കാം അല്ലേ? അങ്ങനെ ഫൈനലി എല്ലാ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. ഇന്ന് 2-3 മണിക്കൂറിനുള്ളിൽ എല്ലാ പരിപാടിയും തീർത്തു കിട്ടാം. മറ്റേത് കാലത്ത് പോയിട്ട് 11 മണിക്ക് അല്ല 10 മണിക്കാണ്ട് പോയിട്ട് ഉച്ച തിരിഞ്ഞ് 2-3 മണിക്ക് വേണ്ട തിരിച്ചെത്തിയത്. എൻ്റെ ഷൂവും കാര്യങ്ങളൊക്കെ കടിച്ചു തുടങ്ങി. ജൂണോ ഈ സാധനം ദേ ഇവിടെ നിന്ന് പിടിച്ച് ഇതും കടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത് കുറച്ചുകൂടി ടൈറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ട് ഈ സാധനം. എനിക്കിത് അതാ തോന്നണത് കേട്ടോ. സോ ഇതായിരുന്നു നമ്മുടെ ജൂണോൻ്റെ വ്ളോഗ്, ഷോപ്പിംഗ് വ്ളോഗ്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ളൂ. അങ്ങനെ കുറേ സാധനങ്ങളൊന്നും ഇല്ല അല്ലേ? കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. മെയിനായിട്ട് വാങ്ങേണ്ടത് ബൗള് വാങ്ങണമായിരുന്നു, ലീഷു വാങ്ങണമായിരുന്നു. എല്ലാം മെയിനായിട്ട് വാങ്ങേണ്ട സംഭവമായിരുന്നു. പിന്നെ ഞാൻ ഗ്രൂമിങ്ങിന് കൊണ്ടുവന്ന് പറഞ്ഞു. പിന്നെ ഡോക്ടറും പറഞ്ഞു അത് ഒന്നും കഴിഞ്ഞിട്ടാണ്. ധൃതിയൊന്നുമില്ല. ഞാൻ നെയിൽ കട്ട് ചെയ്യാൻ പിന്നെ ചെവി ഒന്ന് ക്ലീൻ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും നമുക്ക് ആദ്യം ചെയ്യണ കാരണം നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ അത് നമ്മൾ മണ്ടത്തരം കാട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഗ്രൂമിന് കൊണ്ടുവന്നത്. പിന്നെ നെയിൽ കട്ടിങ് ആണ് മെയിനായിട്ടുണ്ടായിരുന്നത്. പിന്നെ വേറെ ഇതും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒന്ന് ഒതുങ്ങിയിട്ട് ആളെ കളിപ്പിക്കുന്ന സമയത്ത് കണ്ട ആളെ എൻഗേജിങ് ആയി നിൽക്കുന്ന സമയത്ത് നമ്മൾ ചൊറിയാൻ ചെന്ന് കഴിഞ്ഞാൽ കളി കിട്ടും കേട്ടോ. ബൈക്കിൽ ഒതുങ്ങിയിട്ടിരുന്നത് ഭാഗ്യം. മറ്റേ 300 രൂപ കൊടുത്ത് മറ്റേത് വാങ്ങാണ്ടിരുന്നത് നമ്മുടെ ആ ക്രേറ്റ്. അവൻ പറഞ്ഞ കാരണം ഞാൻ വാങ്ങാണ്ടിരുന്നത് കേട്ടോ. അപ്പം എന്തായാലും വേറെ ഇതുകളും കാര്യങ്ങളൊന്നും ഇല്ല. വേറെ പ്രത്യേകിച്ച് എന്താ വേറെ പരിപാടികളും കാര്യങ്ങളൊന്നുമില്ല. സ്റ്റേ ട്യൂൺഡ് കിടിലൻ വ്ളോഗ് വരാനുണ്ട് ഗൈസ്. ഞാൻ വല്ല യാത്രയും പോകുമ്പോഴാണ് നിനക്ക് പണിയാവുക. അതിനാണ് ചിലപ്പോൾ നമ്മൾ രണ്ടാളും പോലെ ലൈക്ക് നീ ഉണ്ടാകുമ്പോൾ ഞാൻ ഉണ്ടാവും. ഞാൻ അങ്ങനെ ഒരുമിച്ച് എന്തായാലും പോവില്ല. അങ്ങനെ എല്ലാവരും കൂടി പോവാണെങ്കിൽ ഫാമിലി ഫുള്ള് പോവാണെങ്കിൽ ബോർഡിങ്ങിലാക്കാം. ബോർഡിങ് അങ്ങനെ വല്ലതും ആക്കാം. അത് ഉള്ളിൽ പോയിട്ടുണ്ട് എന്തോ എന്തെങ്കിലുമൊക്കെ കടിച്ച് കുറച്ച് എടുക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. സ്റ്റേ ട്യൂൺഡ് കിടിലൻ വ്ളോഗാണ്. നിങ്ങൾക്ക് സമയം നിങ്ങൾ ഫ്രീ ആണെങ്കിൽ കുറച്ച് ലൈഫിൽ കുറച്ച് ഫ്രീ ആണെങ്കിൽ ഒരു പപ്പീനെ വാങ്ങൂ. ആ ഫ്രീ ഒക്കെ പോയി കിട്ടും. പൂര പണിയായിരിക്കും കേട്ടോ. ഞാൻ ആകെ കൂടി സമാധാനമായിട്ട് ഇങ്ങനെ ട്രിപ്പൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഫാമിലി വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഫ്രീ ആയിട്ടിരിക്കുക. പപ്പിനെ വാങ്ങിയോടുകൂടി ആ ഫ്രീയും കൂടിയും പോയിട്ട് ഫുൾ എൻഗേജാണ്. കാലത്ത് എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 11 മണി ആവുന്നത് അറിയില്ല കേട്ടോ. പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്ത് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് തീരും. സോ ഹാപ്പി, അടിപൊളി വ്ളോഗുകൾ വരുന്നുണ്ട്. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.